Drupal Site Management എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് റിപ്പോർട്ട്സ് വ്യൂ ചെയ്യുന്നത്, Drupal അപ്ഡേറ്റ് ചെയ്യുന്നത്, modules, themes എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഒരു പഴയ വേർഷൻ റീസ്റ്റോർ ചെയ്യുന്നത് എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, Firefox വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇച്ഛാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. എന്താണ് സൈറ്റ് മാനേജ്മെന്റ്? സൈറ്റ് മാനേജ്മെന്റ് എന്തെന്നാൽ Drupalന് പിന്നിലുള്ള കോർ, modules, themes എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എറർസ് നിരീക്ഷിച്ച് അത് ശരിയാക്കുന്നത്, യൂസേഴ്സിന്റെ സ്വഭാവം പഠിക്കുന്നത്. നാം നേരത്തെ സൃഷ്ടിച്ച ട്യൂട്ടോറിയൽ തുറക്കുക. സൈറ്റ് മാനേജ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് റിപ്പോർട്ട്സ് മെനു ആണ്. നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് മെനു നോക്കാവുന്നതാണ്. റിപ്പോർട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ Drupal സൈറ്റിൽ റിപ്പോർട്ട്സുകളുടെ ഒരു ലിസ്റ്റ് കാണാം. അവൈലബിൾ അപ്ഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചുവന്ന ബാക്ക്ഗ്രൗണ്ടിലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് അർത്ഥമാക്കുന്നത്. അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അത് മഞ്ഞ നിറത്തിലാണെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇല്ല, പക്ഷേ കുറച്ചുകൂടി മെച്ചപ്പെട്ട വേർഷൻ ലഭ്യമാണ്. സെറ്റിംഗ്സ് ടാബിൽ നമുക്ക് എപ്പോഴെല്ലാം അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യാം എന്നത് പറയാം. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭ്യമാണെങ്കിൽ ഇമെയിൽ അയക്കുവാനും പറയാം. ഇങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. റിപ്പോർട്ട്സ് എന്നതിനു താഴെയുള്ള റീസെന്റ് ലോഗ് മെസ്സേജസ് നമുക്ക് Drupal കണ്ടെത്തുന്ന എറർസിന്റെ ഒരു ലിസ്റ്റ് തരുന്നു. നമ്മൾ ഇത് നോക്കേണ്ടതാണ്. റിപ്പോർട്ട്സ് എന്നതിനു താഴെയുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് Drupal കണ്ടെത്തിയ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പ്രശ്നങ്ങൾ കാണിക്കുന്നു. എന്തെന്നാൽ ഞാൻ MySQL 5.6.30 എന്നതിലാണ്. എന്റെ Drupal core സ്റ്റാറ്റസ് അപ്പ് ടു ഡേറ്റ് അല്ല, എന്റെ ഡാറ്റാബേസ് അപ്പ് ടു ഡേറ്റ് ആണ് എന്നിവ. റിപ്പോർട്ട്സിനു താഴെയുള്ള ടോപ്പ് ആക്സസ് ഡിനൈഡ് എറർസ്, ടോപ്പ് പേജ് നോട്ട് ഫൗണ്ട് എറർസ് എന്നിവ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സൈറ്റ് നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള എളുപ്പവഴിയാണ് ഇവ. നമ്മുടെ സൈറ്റിലെ സെർച്ച് ഫോംസ് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ടോപ്പ് സെർച്ച് ഫ്രേസസ് തരുന്നു. നമ്മുടെ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് റിപ്പോർട്ട് സെക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അടുത്തതായി Drupal അപ്ഡേറ്റ് ചെയ്യുന്നത് പഠിക്കാം. അവൈലബിൾ അപ്ഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. Drupal കോറിന്റെ ഇപ്പോഴത്തെ വേർഷൻ 8.1.0 ആണ് എന്നത് നമുക്ക് കാണാം. റെക്കമെൻഡഡ് വേർഷൻ 8.1.6 ആണ്. ഇതാണ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാറ്റസ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ റെക്കമെൻഡേഷൻസ് കിട്ടുമായിരിക്കാം. Drupalന്റെ ഇപ്പോഴത്തെ റെക്കമെൻഡഡ് വേർഷൻ കാണുവാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. Drupal core അപ്ഡേറ്റ് ചെയ്യുവാൻ കോഡ് ഫയൽസിന്റെ മാനുവൽ ഡൗൺലോഡിംഗ് ചെയ്ത് അത് സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടമായി നമുക്ക് കാണാം. ഈ ഘട്ടങ്ങൾ Bitnami Drupal സ്റ്റാക്കിന് ബാധകമാണ്. മറ്റെല്ലാ Drupal ഇൻസ്റ്റാളേഷനും മിക്ക ഘട്ടങ്ങളും ബാധകമാണ്. സ്റ്റെപ്പ് നമ്പർ 1. ആദ്യം നിങ്ങളുടെ സൈറ്റ് മെയിന്റനൻസ് മോഡിൽ ആക്കുക. അതിനായി കോൺഫിഗറേഷൻ ബ്ലോക്കിൽ പോകുക. ഡെവലപ്മെന്റിനു താഴെയുള്ള മെയിന്റനൻസ് മോഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. പുട്ട് സൈറ്റ് ഇൻടു മെയിന്റനൻസ് മോഡ് എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക. സേവ് കോൺഫിഗറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എപ്പോൾ മെയിന്റനൻസ് കോഡ് ആക്റ്റീവ് ആകുന്നുവോ അപ്പോൾ മാത്രമേ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ലോഗിൻ ചെയ്യുവാൻ സാധിക്കൂ. നിങ്ങൾ അബദ്ധവശാൽ അഡ്മിൻ ആയി ലോഗ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് /user പിന്തുടർന്ന് നിങ്ങളുടെ ഹോം പേജിലുള്ള URLൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലാത്തപക്ഷം സൈറ്റ് മെയിന്റനൻസിൽ ആണ് എന്നുള്ള മെസ്സേജ് കാണാം. സ്റ്റെപ്പ് നമ്പർ 2. നമുക്ക് ഇപ്പോഴത്തെ വേർഷന്റെ ഡാറ്റാബേസ് സൂക്ഷിക്കാം. നിങ്ങളുടെ Bitnami Drupal സ്റ്റാക്ക് കൺട്രോൾ വിൻഡോ തുറക്കുക. ഈ കൺട്രോൾ വിൻഡോ തുറക്കുവാൻ ഇൻസ്റ്റലേഷൻ ഓഫ് Drupal എന്ന ട്യൂട്ടോറിയൽ റെഫർ ചെയ്യുക.
ഓപ്പൺ phpMyAdmin എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ phpMyAdmin പേജിലേക്ക് തിരിച്ചുവിടുന്നു. ഡിഫോൾട്ട് യൂസർ നെയിം റൂട്ട് എന്നാണ്. Drupal അഡ്മിൻ പാസ്വേർഡും phpMyAdmin പാസ്വേർഡും ഇവിടെ ഒന്നുതന്നെയാണ്. അതുകൊണ്ട് യൂസർ നെയിം റൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ Drupal അഡ്മിൻ പാസ്വേർഡ് ടൈപ്പ് ചെയ്യുക. ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പ് എടുക്കുന്നതിനായി ആദ്യം മുകളിലത്തെ പാനലിൽ ഉള്ള എക്സ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് മെത്തോട് കസ്റ്റം എന്നായി തിരഞ്ഞെടുക്കുക. ഡാറ്റാബേസ് ലിസ്റ്റിനു താഴെ Bitnami Drupal 8 എന്നത് തിരഞ്ഞെടുക്കുക. ഔട്ട്പുട്ട് സെക്ഷനു താഴെ ഫയൽ നെയിം ടെംപ്ലേറ്റ് എന്നത് Drupal 8.1.0 എന്നും കംപ്രഷൻ എന്നത് gzip എന്നും ആക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ വേർഷൻ അനുസരിച്ച് ഫയൽ നെയിം വ്യത്യസ്തമാക്കാം. ഒബ്ജക്ട് ക്രിയേഷൻ ഓപ്ഷൻസ് എന്ന സെക്ഷനു താഴെ ആഡ് ഡ്രോപ്പ് ഡാറ്റാബേസ് സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷനിൽ ചെക്ക് മാർക്ക് കൊടുക്കുക. ആഡ് ഡ്രോപ്പ് ടേബിൾ എന്ന ഓപ്ഷനിൽ ചെക്ക് മാർക്ക് കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് താഴെയുള്ള ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുവാൻ ഓകെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോകുക. ബാക്കപ്പ് ഫയലായ Drupal 8.1.0.sql.gz എന്നത് പരിശോധിക്കുക. സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ എല്ലാ സെർവറുകളും ഷട്ട് ഡൗൺ ചെയ്തിരിക്കണം. എല്ലാ റണ്ണിംഗ് സെർവറുകളും നിർത്തുവാൻ Bitnami Drupal Stack Control വിൻഡോയിലേക്ക് പോകുക. മാനേജ് സെർവേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സ്റ്റോപ്പ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4 വെൽക്കം ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോൾഡർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഫയൽ ബ്രൗസറിൽ തുറക്കപ്പെടുന്നു. ആപ്സ്, Drupal, അവസാനം htdocs എന്നീ ഫോൾഡറുകൾ നാവിഗേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 5 Drupalന്റെ ഇപ്പോഴത്തെ വേർഷനുള്ള കോഡ് ബാക്കപ്പ് ചെയ്യുവാനുള്ള ഒരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോഴത്തെ വേർഷൻ നമ്പറോട് കൂടിയ പേരുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ബാക്കപ്പ് ഡാറ്റാബേസ് ഫയൽ Drupal 8.1.0 എന്ന ഫോൾഡറിലേക്ക് മാറ്റുക. സ്റ്റെപ്പ് നമ്പർ 6 htdocs എന്ന ഫോൾഡറിലേക്ക് തിരിച്ചു പോകുക. കോർ, വെൻഡർ എന്നീ ഫോൾഡറുകളും മറ്റ് എല്ലാ ഫയലുകളും കോപ്പി പേസ്റ്റ് ചെയ്ത് ബാക്കപ്പ് ഫോൾഡറായ Drupal 8.1.0 എന്നതിലേക്ക് മാറ്റുക. ഇത് ഡാറ്റാബേസും കോഡും ഒരേ സ്ഥാനത്ത് സൂക്ഷിക്കും. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇത് കോറിന്റെ പഴയ വേർഷന്റെ ബാക്കപ്പ് കോപ്പി ആയിരിക്കും. സ്റ്റെപ്പ് നമ്പർ 7 htdocs എന്ന ഫോൾഡറിലേക്ക് തിരിച്ചു പോകുക. അടുത്തതായി നമുക്ക് Drupalന്റെ ഏറ്റവും പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. വെബ് ബ്രൗസർ തുറന്ന് താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിലേക്ക് പോകുക. Drupal 8ന്റെ റെക്കമെൻഡ് ചെയ്ത ഏറ്റവും പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് Drupal Core 8.16 ആണ്. നിങ്ങൾ കാണുന്ന സമയത്തുള്ള വേർഷൻ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. തുറക്കുവാനായി അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുവാനായി tar.gz അല്ലെങ്കിൽ zip ഫയൽ എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുവാനായി ഓകെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ പോയി Drupal zip ഫയൽ htdocs എന്ന ഫോൾഡറിലേക്ക് മാറ്റുക. ഈ ട്യൂട്ടോറിയലിന്റെ വെബ് പേജിലുള്ള കോഡ് ഫയൽസ് ലിങ്കിൽ Drupal 8.1.6.zip എന്ന ഫയൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ ദയവായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. സ്റ്റെപ്പ് നമ്പർ 8 ഫയൽ അൺസിപ്പ് ചെയ്യുക. ഇത് Drupal 8.1.6 എന്ന ഒരു ഫോൾഡർ htdocs എന്ന ഫോൾഡറിൽ ഉണ്ടാക്കുന്നതായിരിക്കും. തുറക്കുവാനായി ഡബിൾ ക്ലിക്ക് ചെയ്യുക. പുതിയ Drupal ഫോൾഡറിൽ നിന്ന് കോർ, വെൻഡർ എന്നീ ഫോൾഡറുകളും മറ്റെല്ലാ ഫയലുകളും htdocs എന്ന ഫോൾഡറിലേക്ക് മാറ്റുക. സ്റ്റെപ്പ് നമ്പർ 9 Bitnami Drupal Stack Control വിൻഡോയിലേക്ക് തിരിച്ചു പോകുക. മാനേജ് സെർവേഴ്സ് എന്ന ടാബിൽ പോയി സ്റ്റാർട്ട് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ സെർവറുകളും സ്റ്റാർട്ട് ചെയ്യുക.
Step number 10. Welcome tab. Go to Application button, Access Drupal link എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സൈറ്റ് സന്ദർശിക്കുക. റിപ്പോർട്ട്സ്, സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് എന്നിവയിലേക്ക് പോകുക. ഇവിടെ നമുക്ക് Drupal വേർഷന്റെ നമ്പർ കൺഫേം ചെയ്യാം. ഇത് ഏറ്റവും പുതിയത് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഡാറ്റാബേസ് ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. എല്ലാ സമയവും ഒരു കോർ മൊഡ്യൂൾ അല്ലെങ്കിൽ തീം അപ്ഡേറ്റ് ഉപയോഗിച്ച് ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് നമ്പർ 11. നമുക്ക് ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നത് പഠിക്കാം. എക്സ്റ്റെൻഡ് മെനുവിലേക്ക് പോയി അപ്ഡേറ്റ് സ്ക്രിപ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ചില അപ്ഡേറ്റ്സ് പെൻഡിംഗ് ഉള്ളതായി പറയുന്നു. നിങ്ങൾക്ക് അത് വ്യത്യസ്തമായിരിക്കാം. അപ്ലൈ പെൻഡിംഗ് അപ്ഡേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ പേജസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എറർസ് ഒന്നും തന്നെയില്ല. നമ്മൾ കോർ വിജയകരമായി അപ്ഡേറ്റ് ചെയ്തു. സ്റ്റെപ്പ് നമ്പർ 12. ഗോ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പുട്ട് സൈറ്റ് ടു മെയിന്റനൻസ് കോഡ് എന്ന ഓപ്ഷനിലെ ചെക്ക് മാർക്ക് റിമൂവ് ചെയ്യുക. സേവ് കോൺഫിഗറേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എല്ലാ യൂസേഴ്സിനും വേണ്ടി സൈറ്റ് ഓൺലൈൻ മോഡിലേക്ക് തിരിച്ചു വരുന്നു. ഇത് കുറെ മുൻപ് ബിറ്റ്നാമി ഇൻസ്റ്റാളേഷന്റെ സമയത്ത് നമ്മൾ പ്രതിപാദിച്ചതാണ്. നിങ്ങൾ വേറെ രീതിയാണ് ഉപയോഗിച്ചതെങ്കിൽ ബിറ്റ്നാമി സെക്ഷൻസിന് ഒഴികെ എല്ലാത്തിനും ഉള്ള സ്റ്റെപ്പുകൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ തീംസ്, മൊഡ്യൂൾസ് എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഇത് കോർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. കാരണം ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് പോലെ ഇത് Drupal ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് കോർ അപ്ഡേറ്റ് ഇല്ലാതെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ തീംസ് അപ്ഡേറ്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. സ്റ്റെപ്പ് നമ്പർ 1. റിപ്പോർട്ട്സ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അവൈലബിൾ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മൾ ചില തീംസ്, മൊഡ്യൂൾസ് എന്നിവ അപ്ഡേറ്റ് ചെയ്തതായി കാണാം. അവ എല്ലാം തിരഞ്ഞെടുക്കുക. ഡൗൺലോഡ് ദീസ് അപ്ഡേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പെർഫോമിംഗ് അപ്ഡേറ്റ്സ് ഇൻ മെയിന്റനൻസ് മോഡ് എന്ന ചെക്ക് ബോക്സ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ അപ്ഡേറ്റ്സുകളും അപ്ലൈ ചെയ്യുവാൻ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കോഡ് അപ്ഡേറ്റ് ചെയ്ത് സൈറ്റ് ഓൺലൈൻ മോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സ്റ്റെപ്പ് നമ്പർ 2. റൺ ഡാറ്റാബേസ് അപ്ഡേറ്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബാക്ക്ഡ് അപ്പ് ഡാറ്റാബേസ് ഇല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ കോർ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യും. അപ്ലൈ പെൻഡിംഗ് അപ്ഡേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ പേജസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. Drupal സൈറ്റ് സ്വാഭാവികമായും ഓൺലൈൻ മോഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പേജിന്റെ മുകളിലായി ഗോ ഓൺലൈൻ എന്ന ഓപ്ഷൻ കാണാം. സ്റ്റെപ്പ് നമ്പർ 3. അവസാനമായി എല്ലാം അപ് ടു ഡേറ്റ് ആയോ എന്ന് നമുക്ക് പരിശോധിക്കാം. റിപ്പോർട്ട്സ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അവൈലബിൾ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. Drupal കോർ, മൊഡ്യൂൾസ്, തീംസ് എന്നിങ്ങനെ എല്ലാം അപ്ഡേറ്റ് ചെയ്തതായി നമുക്ക് ഇവിടെ കാണാം. അടുത്തതായി എങ്ങനെ പഴയ വേർഷനിലേക്ക് തിരിച്ചു വരാം എന്നത് പഠിക്കാം. എന്തെങ്കിലും കാരണവശാൽ അപ്ഡേറ്റ് പരാജയപ്പെട്ടാൽ കാരണം അറിയില്ല എങ്കിൽ നമുക്ക് പഴയ വേർഷനിലേക്ക് തിരിച്ചു പോകാം. ഇതിനായി നമുക്ക് പഴയ കോറും ഡാറ്റാബേസും റീസ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1. സൈറ്റ് മെയിന്റനൻസ് മോഡിൽ ഇടുക. സ്റ്റെപ്പ് നമ്പർ 2. Drupal സ്റ്റാക്ക് കൺട്രോൾ വിൻഡോയിലെ എല്ലാ സെർവറുകളും സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ htdocs എന്ന ഫോൾഡർ തുറക്കുക. കോർ, വെൻഡർ, മറ്റെല്ലാ റെഗുലർ ഫയലുകളും Drupal 8.1.6 എന്ന ഫോൾഡറിലേക്ക് മാറ്റുക. htdocs എന്ന ഫോൾഡറിലേക്ക് തിരിച്ചുപോയി പഴയ വേർഷൻ ഫോൾഡർ തുറക്കുക. പിന്നീട് കോർ, വെൻഡർ, മറ്റെല്ലാ റെഗുലർ ഫയലുകളും Drupal 8.1.0 എന്നതിൽ നിന്ന് htdocs എന്ന ഫോൾഡറിലേക്ക് മാറ്റുക.
സ്റ്റെപ്പ് നമ്പർ 4 Drupal സ്റ്റാക്ക് കൺട്രോൾ വിൻഡോയിലെ Apache, MySQL സെർവേഴ്സ് എന്നിവ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 5 പഴയ ഡാറ്റാബേസ് റീസ്റ്റോർ ചെയ്യുക. Drupal സ്റ്റാക്ക് കൺട്രോൾ വിൻഡോയിലെ phpMyAdmin എന്ന പേജ് ഓപ്പൺ ചെയ്യുക. മുകളിലത്തെ പാനലിൽ ഉള്ള ഇംപോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്രൌസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്കപ്പ് ഡാറ്റാബേസ് ഫയൽ തിരഞ്ഞെടുക്കുക. പിന്നീട് താഴെയുള്ള ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 6 അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ പഴയ വേർഷനിലേക്ക് തിരിച്ചു പോയോ ഇല്ലയോ എന്നതാണ്. Drupal സൈറ്റിലേക്ക് തിരിച്ചു പോകുക. റിപ്പോർട്ട്സ് മെനു, സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ Drupal വേർഷൻ 8.1.0 ആണെന്ന് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് കോർ, ഡാറ്റാബേസ് എന്നിവ മാത്രമേ പഴയ വേർഷനിലേക്ക് മാറ്റുവാൻ സാധിക്കൂ. മൊഡ്യൂൾസ്, തീംസ് എന്നിവ Drupal അപ്ഡേറ്റ് ചെയ്തു. ആറാമത്തെ ഘട്ടത്തിൽ നമ്മൾ അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പഴയ വേർഷൻ കാണാവുന്നതല്ല. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ചുരുക്കി പറയാം, ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സൈറ്റ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ്. റിപ്പോർട്ട്സ് കാണുന്നതും പരിശോധിക്കുന്നതും, ഡാറ്റാബേസും കോഡും ബാക്കപ്പ് ചെയ്യുന്നത്, Drupal കോർ, മൊഡ്യൂൾസ്, തീംസ് എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നത്, ബാക്ക്ഡ് അപ്പ് വേർഷൻ റീസ്റ്റോർ ചെയ്യുന്നത് എന്നിവ. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.